ഹായ് നമസ്കാരം, ഞാൻ ഷീജ ജയ്മോൻ, ഇത് അനീറ്റ ജയ്മോൻ. ഞങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ കോച്ചസ് ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത്. കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾക്കൊരു അബണ്ടൻസ് വേണം. മണി അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മളുടെ ധാരണകളെ നമ്മൾ മാറ്റണം. അപ്പോൾ ഇന്ന് 4ാമത്തെ എക്സസൈസാണ്, 4ാമത്തെ ഡേ ആണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു മണി ചലഞ്ച് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അവിടെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് പോയിട്ട് ഡേ 1 കാണുക. അഗൈൻ ഡേ 2 ഉണ്ട്, ഡേ 3 ഉണ്ട്, ഇന്ന് ഡേ 4 ആണ്. അപ്പോൾ ഇന്നത്തെ ഓരോ ദിവസത്തെ ചലഞ്ചും ഉറപ്പായിട്ടും കണ്ടിന്യൂവേഷനാണ്. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ എങ്ങനെ അബണ്ടൻസ് നിങ്ങളുടെ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്യാമെന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുള്ള ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് ഇന്നത്തെ ഈ ഒരു ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനീറ്റക്കുട്ട, ഈ ഒരു ജേർണി നമ്മളിപ്പോൾ ഇങ്ങനെ തുടങ്ങി ഒത്തിരി അധികം ആളുകളുടെ ലൈഫിൽ അത്ര അധികം ചേഞ്ചസ് കൊണ്ടുവരാൻ നമ്മളുടെ ക്ലാസ്സുകൾക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെ അത്ര അധികം ആൾക്കാരാണ് നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് അവരുടെ ലൈഫിൽ വരുന്ന മാറ്റത്തെ പറ്റി നമ്മൾക്ക് ഓരോ ദിവസവും വോയിസ് നോട്ടും ഒക്കെ തരുന്നത്. അപ്പോൾ ജീവിതത്തിൽ ഒരു റിച്ച്നെസ് കൊണ്ടുവരണമെങ്കിൽ, അബണ്ടൻസ് കൊണ്ടുവരണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാരണം നമ്മുടെയൊക്കെ ലൈഫിൽ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യണത് ഇല്ലാത്ത കാര്യങ്ങളാണ്. അതിൽ നിന്ന് നമ്മൾ നമ്മുടെ ലൈഫിലുള്ള നല്ല നല്ല കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ആ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് പിന്നെയും അട്രാക്റ്റ് ചെയ്യണത് നമുക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കിയാൽ ഈ ഒരു കോവിഡ് പാൻഡമിക്കിൽ ഞാൻ പേയ്മെൻ്റൊക്കെ സ്ട്രക്കായിട്ടൊക്കെ ഇരുന്നൊരു സമയമായിരുന്നു. അപ്പോൾ ഈ ഒരു സ്ട്രക്കായിട്ട് ഒരു പൈസ കിട്ടാത്ത ഒരവസ്ഥയിൽ കൂടി ഇരുന്നപ്പോൾ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റ്, എനിക്കറിയാം ഈ ഒരു മൈൻഡ് സെറ്റായിട്ട് പോയാൽ കൂടുതൽ പ്രശ്നങ്ങൾ ഞാൻ എൻ്റെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ചിന്തകളെ മാറ്റുകയും എൻ്റെ ആ ഒരു തോട്ട് പ്രോസസ്സിനെ സ്കേഴ്സിറ്റിയിൽ നിന്ന് അബണ്ടൻസിലേക്ക് ട്യൂണപ്പ് ചെയ്യുകയും ചെയ്തപ്പോൾ ലൈഫ് മാറുകയും ചെയ്തത്. എത്ര പേർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ അബണ്ടൻസ് അട്രാക്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരുണ്ട്? നേരെ പോയിട്ടൊന്ന് കമൻറ്റ് ചെയ്യുമോ? കാരണം നിങ്ങളുടെ കമൻറ്റ് നോക്കുമ്പോഴേ ഒത്തിരി ചാരിതാർത്ഥ്യം. നമ്മളുടെ ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ അത്ര അധികം ഈ ചാനൽ അവരുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങളെ പറ്റി നന്നായിട്ട് എഴുതാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഈ പ്രപഞ്ചം മുഴുവൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ലൈഫിലേക്ക്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു എക്സസൈസ് 100% ആത്മാർത്ഥമായിട്ട് എഴുതാൻ റെഡിയാവുക. അപ്പോൾ ഇന്നത്തെ ഒരു ചലഞ്ച് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അബണ്ടൻസിന് വേണ്ടി, ഇപ്പോൾ നമ്മുടെ ഈ ചലഞ്ചിൻ്റെ പേര് മണി അബണ്ടൻസ് ആണല്ലോ. അപ്പോൾ വളരെ സിമ്പിളാണ്, ബട്ട് വെരി പവർഫുൾ ആയിട്ടുള്ള എക്സസൈസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ നോട്ട്ബുക്ക് കയ്യിലുണ്ടാവും. അപ്പോൾ നോട്ട്ബുക്ക് എടുത്താൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള 108 കാര്യങ്ങൾ നിങ്ങൾ എഴുതാം. 108 തിങ്സ് ദാറ്റ് യു റിസീവ് ഫോർ ഫ്രീ ഇൻ ലൈഫ്. അപ്പോൾ നിങ്ങൾ ഓർക്കും, അയ്യോ എൻ്റെ ജീവിതത്തിൽ 108 കാര്യങ്ങൾ, അതും ഫ്രീ ആയിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ഈ നിമിഷം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മളെ ലൈഫിൽ എത്രമാത്രം ദൈവം, യൂണിവേഴ്സ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം ഞാനും നിങ്ങളും ശ്വസിക്കുന്ന ഈ ഒരു വായു, അല്ലെങ്കിൽ നമുക്ക് ഓരോ ദിവസവും സൂര്യനെ കാണാൻ കിട്ടുന്നു, നമുക്ക് കിട്ടുന്ന ഈ ഒരു നേച്ചറിന് വേണ്ടി ആവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെന്നും സ്നേഹിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ലൈഫിലെ ഫ്രണ്ട്സിന് വേണ്ടി, വേറെ ആരൊക്കെയാണ് മമ്മി നമുക്ക് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കിട്ടുന്ന വെള്ളം, നമ്മൾക്ക് കിട്ടുന്ന വായു, നമ്മൾക്ക് കിട്ടുന്ന പ്രകൃതി, നമ്മളുടെ ഫ്രണ്ട്സ്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മളുടെ വീട്, നമ്മൾക്ക് മാതാപിതാക്കൾ തന്ന ഡ്രസ്സാവാം, ഫീസ് കൊടുത്തതാവാം,
അവര് നമ്മൾക്ക് നൽകിയതെല്ലാം ഫ്രീ ആയിട്ടാണ്. നമ്മളൊന്നും ചെറുപ്പം മുതൽ നിങ്ങൾ ആലോചിച്ച് അവര് എത്ര ആ ഒരു വലിയൊരു അപ്ബ്രിങ്ങിങ്, എഡ്യൂക്കേഷൻ, നമുക്ക് കഴിക്കാനുള്ള ആഹാരം, ഈ ചെറുപ്പം മുതൽ എത്ര വയസ്സ് വരെയാണ് നമുക്കിതെല്ലാം ഫ്രീ ആയിട്ട് എന്നും സപ്പോർട്ടഡ് ആയിട്ടാണ് നമ്മൾ എത്ര സുഹൃത്തുക്കള് നമുക്ക് എത്ര സപ്പോർട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്ന യൂട്യൂബ് വീഡിയോ പോലും ഫ്രീ ആയിട്ടാണ് നിങ്ങൾ കാണുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഗൂഗിൾ ആവാം, ഗൂഗിളിൽ പോയി നമ്മൾ എത്ര കാര്യങ്ങളാണ് ഒരു ദിവസം സെർച്ച് ഇപ്പൊ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഒരു ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ ഫ്രീ ആയിട്ടാണ് സപ്പോർട്ട് ചെയ്യണത്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ലോകത്തിൽ നിങ്ങൾ പോലും ചിന്തിക്കാത്ത എത്ര അധികം അനുഗ്രഹങ്ങളാണ്, എത്ര അധികം ബ്ലെസ്സിങ്സ് ആണ് നമ്മളുടെ ജീവിതത്തിൽ നമുക്കുള്ളത്. അപ്പം നമ്മളുടെ ലൈഫിനെ ബ്യൂട്ടിഫുൾ ആക്കുന്ന, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ഈ എല്ലാ കാര്യങ്ങളും ഇറ്റ്സ് ഓൾ വിത്ത് അസ് ഫോർ ഫ്രീ. പക്ഷെ നമ്മൾ മനുഷ്യരെന്താ ചെയ്യുന്നത്? നമ്മുടെ ലൈഫിൽ ഇല്ലായ്മയിൽ അല്ലെങ്കിൽ കിട്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് നമ്മുടെ ലൈഫ് പാഴാക്കി കളയാണ്. അപ്പൊ താഴെ ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ ഇത് നിങ്ങൾക്ക് ഒരു തിരിച്ചറിവാണ്. നമ്മൾ പറയില്ലോ, ഇതൊരു ആഹാ മൊമെന്റ് ആണല്ലോ, ഞാൻ ഇത്ര നാൾ ഇങ്ങനെ ചിന്തിച്ചിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ എഴുതാ ദാറ്റ് ഐ ആം അബണ്ടന്റ്. എന്തിനാ ഈ അബണ്ടന്റ് എന്ന് പറയണേ? നമ്മൾ സാധാരണ എന്ത് ചെയ്യും? നമ്മൾ പറയും, ഓ എനിക്കത് കിട്ടിയില്ല, അല്ലെ എൻ്റെ ലൈഫിൽ ഇതില്ല. ഈ ഇല്ലായ്മയിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നതാണ്, ഇതിനെയാണ് സ്കാർസിറ്റി മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഞാൻ ഭയങ്കര ലിമിറ്റഡ് ആണ്, പണം എൻ്റെ ലൈഫിലില്ല, നല്ല ആളുകൾ എൻ്റെ ലൈഫിലില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന ഒരാളും എൻ്റെ ലൈഫിൽ ഞാൻ എന്നും സപ്പോർട്ടഡ് ആണ്. ഇപ്പോൾ എൻ്റെ ലൈഫിലുള്ള എൻ്റെ നല്ല സുഹൃത്തുക്കൾക്ക് വേണ്ടി, എൻ്റെ ഈ നല്ല ജോലിക്ക് വേണ്ടി, ഇങ്ങനെ നമ്മുടെ ലൈഫിൻ്റെ ബ്ലെസ്സിങ്സിനെ ഫോക്കസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അകത്തു നിന്ന് നമ്മളൊരു റിച്ച് ആയിട്ടുള്ള ഒരാളായിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു എക്സസൈസ് ചെയ്യുക. 108 മിനിമം ഞാൻ എഴുതാൻ പറയണത്, പക്ഷെ 200, 300 ഒക്കെ എഴുതാൻ പറ്റും, ഉറപ്പാണ്. ഞാൻ ഈ എക്സസൈസ് ചെയ്തപ്പോൾ എനിക്ക് 200+ എഴുതാൻ പറ്റി. ഇങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങൾ എത്ര എഴുതാൻ പറ്റി എന്നുള്ളത് കമൻറ്റിൽ എഴുതുക. എഴുതിയിട്ട് നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര റിച്ച്നെസ് നിങ്ങളുടെ ലൈഫിലുണ്ട്, ഇന്നലെ വരെ കണ്ടിട്ടില്ല. നിങ്ങളുടെ നല്ല ശരീരം, നല്ല ആരോഗ്യമുള്ള എല്ലാ ഓർഗൻസ്, ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടിയ കാര്യങ്ങളുടെ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത അത്രയും ലിസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പം ഇന്ന് മുതൽ 2 ദിവസം നിങ്ങൾ ഈ ഒരു ചാലഞ്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും മിനിമം 108 കാര്യങ്ങൾ നിങ്ങൾ എഴുതുക. പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഇൻസ്പയർഡ് ആണ്, ചെയ്ത് തുടങ്ങി കഴിഞ്ഞിട്ട് നമ്മൾ റിയലൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളൊരു 200 ആവാം, 300 ആവാം, പറ്റുകയാണെങ്കിൽ ഒരു 500 വരെ നിങ്ങൾക്ക് എഴുതാൻ നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ചലഞ്ചിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എഴുതാൻ മാത്രമല്ല, ഇതെന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? ഫീൽ ചെയ്യാൻ. അതെ, യു ഷുഡ് ഫീൽ റിച്ച്. നമ്മളിത് ഓരോ എഴുതുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ലൈഫ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ നിങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമായിട്ട് മാത്രമല്ല, നമ്മുടെ അകത്തിൽ നിന്ന് സപ്പോർട്ടഡ് ആണ്. ദൈവം എൻ്റെ കൂടെയുണ്ട്, യൂണിവേഴ്സ് ഉണ്ട് എൻ്റെ ലൈഫിൽ. ആരോഗ്യത്തിന് വേണ്ടി, കരിയറിന് വേണ്ടി, മണിക്ക് വേണ്ടി, റിലേഷൻഷിപ്പിന് വേണ്ടി, ഓരോ ചെറിയ ചെറിയ നിമിഷങ്ങൾക്ക് സന്തോഷം. ഇപ്പോൾ ചിലപ്പോൾ ഇന്ന് കുടിച്ച ഈ ചായക്ക് വേണ്ടിയാവാം നന്ദി പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കഴിച്ച ഒരു കട്ട്ലറ്റ് ആയിരിക്കും നമ്മൾ നന്ദി പറയുന്നത്. അപ്പോൾ എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ടു ഫീൽ സപ്പോർട്ടഡ്, ടു ഫീൽ ബ്ലെസ്ഡ് ആൻഡ് ഫീൽ ദാറ്റ് ഞാൻ അബണ്ടന്റ് ആണ് എന്നൊരു തിരിച്ചറിവിന് വേണ്ടിയാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത്. അപ്പൊ താഴെ നിങ്ങൾ എഴുതിയിട്ട് ശരിക്കും ഉറപ്പായിട്ടും നിങ്ങൾ താഴെ വന്നിട്ട് എഴുതുക, ഐ ആം അബണ്ടന്റ്. അപ്പൊ ഈ വാക്ക് നിങ്ങൾ എഴുതാൻ മറക്കരുത്. ആൻഡ് ഐ ആം അബണ്ടന്റ് എഴുതിയ ശേഷം ഐ കംപ്ലീറ്റഡ് ഡേ 4. നിങ്ങൾ ഈ ഒരു 108 തവണ എഴുതിയ ശേഷം ഈ വീഡിയോയിൽ വീണ്ടും വന്നിട്ട് ഈ ഒരു കമന്റ് എഴുതുക. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു ചെറിയൊരു കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എത്ര ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ട് ലൈഫിൽ ഒരു മാറ്റം വേണം എന്ന് ആഗ്രഹിക്കുന്ന, സ്ട്രഗിൾ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു 3 സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇന്ന് അയച്ചു കൊടുക്കുക. ആരും ആവട്ടെ, അവർക്ക് നിങ്ങൾ ചെയ്യുന്ന ഒരു ചെറിയൊരു പ്രവൃത്തിയിലൂടെ അവരുടെ ലൈഫിൽ ഒരു വലിയൊരു ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ ഇപ്പം തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ നിങ്ങൾക്കൊരു തംസ് അപ്പിൻ്റെ ഒരു ഐക്കൺ കാണും. ഇപ്പം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. എന്തിനാ ലൈക്ക് ചെയ്യാൻ പറയണമെന്ന് അറിയോ? ഈ ഒരു സീരീസ് ഷീജ മാമും ഞാനും ഫ്രീ ആയിട്ട് ചെയ്യുന്നത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്താനും അവരുടെ ലൈഫിൽ ആ ഒരു പോസിറ്റീവ് ചേഞ്ച് വരാനാണ്. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബിൻ്റെ ആൽഗരിതത്തിന് മനസ്സിലാവുന്നത് ദാറ്റ് ദിസ് ഇസ് എ യൂസ്ഫുൾ വീഡിയോ. അപ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു ചെറിയ ഒരു സപ്പോർട്ടാണ്. അപ്പോൾ കൂടുതൽ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാൻ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്നത് നിങ്ങൾ നൽകുന്ന ഈ താഴെ നൽകുന്ന കമൻറ്റും നിങ്ങൾ പറയുന്ന കാര്യങ്ങളാണ്. സോ താങ്ക് യു സോ മച്ച്. അപ്പോൾ വീണ്ടും നാളെ വളരെ പവർഫുൾ. ഇന്ന് UK തന്നെയാണ്. അപ്പോൾ എന്തായാലും ഞങ്ങളിപ്പോൾ ഹെയ്സ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തിന്, സപ്പോർട്ടിന് ഒത്തിരി ഒത്തിരി നന്ദി.
കാരണം നിങ്ങൾ ഇത്രയും സ്നേഹം വാരി വിതർന്നുകൊണ്ടാണ് ഈ ഒരു ട്രാവലിലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ വീഡിയോസ് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഈ ഒരു 100% ഞങ്ങളുടെ ആത്മാർത്ഥത നിങ്ങൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് ഹായ് തരാൻ മറക്കരുത്. ലവ് യു ആൾ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ കാണാം. നാളെ ഞങ്ങൾ സ്കോട്ട്ലാൻഡിലേക്ക് പോവാണ്. ബട്ട് നിങ്ങൾക്ക് വേണ്ടി കമ്മിറ്റഡ് ആയിട്ട് ഈ ഒരു ജേർണിയിൽ ഞങ്ങളുണ്ട്. സോ ഹാവ് എ വെരി അബണ്ടന്റ് ആൻഡ് റിച്ച് ഡേ. താങ്ക് യു സോ മച്ച്. God bless you all. Love you.